ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിലേക്കാണെന്നുണ്ടെങ്കിലും മറ്റുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിലും ഷോപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം. ഈ ഒരു കാലത്ത് നമ്മൾ പോപ്പുലറായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഗൂഗിൾ പേ UPI ID കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ UPI IDയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള വ്യക്തികൾ ഇപ്പം ഞാനിപ്പോൾ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നില്ല, സോ അവൻ ഫോൺ പേ ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അവൻക്ക് അവൻ്റെ ഫോൺ പേയിൽ നിന്ന് എൻ്റെ ഗൂഗിൾ പേയിലേക്ക് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ, അതായത് എമൗണ്ട് അയക്കാനുള്ള ഒരു മാർഗ്ഗമാണ് UPI ID എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗൂഗിൾ പേയുടെ UPI ID എവിടെയാണ് ലഭിക്കുക? സോ ഇനിയിപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള UPI ID നമുക്ക് എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുക എന്നുള്ള പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് നമ്മളുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും നമ്മളുടെ മൈക്കും കാര്യങ്ങളൊന്നും അത്രയും ഒരു ബെറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര എററായിട്ടുണ്ട്. സോ അതിൽ ഒരുപാട് ആളുകൾ താഴത്തായിട്ട് കമൻസിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ തെറി വിളിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കളിയാക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അപ്പം ആ ഒരു വീഡിയോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിരിക്കുക. സോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഓക്കെ, അപ്പം പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റാ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മളെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതായത് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ പേയുടെ UPI ID കുറിച്ചാണ്. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മെയിൻ ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ എവിടെയായിരിക്കും നമ്മുടെ UPI ID? സോ ആദ്യം നമുക്കത് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു UPI ID നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങളുടെ UPI ID ഇതാ ഈ ഒരു ഭാഗത്താണ് നിങ്ങളുടെ UPI ID കാണാൻ സാധിക്കുക. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 വർഷത്തോളം ആവാനായി ആ ഒരു വീഡിയോ ചെയ്തിട്ട്. അന്ന് നമുക്ക് ഈ ഒരു മെയിൻ ഇൻ്റർഫേസിൽ തന്നെ നമ്മൾ UPI ID കാണാൻ സാധിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ പ്രൊഫൈൽ ഐക്കണിലൊക്കെ പോയതിന് ശേഷമാണ് നമുക്ക് UPI ID കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു കാലത്ത് ഇപ്പോൾ UPI ID പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മെയിൻ ഇൻ്റർഫേസിൽ നമ്മൾ UPI ID കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആരെങ്കിലും പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു UPI ID ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു QR കോഡ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആർക്കാണെന്നെങ്കിലും ഈ ഒരു QR കോഡ് ഷെയർ ചെയ്ത് കൊടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കോപ്പിയുടെ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് UPI ID. സോ എനിക്കിപ്പോൾ ഈ ഒരു UPI ID ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ഒരു 5 ബാങ്ക് അക്കൗണ്ട് ഇതിൽ ലിങ്ക്ഡ് ആണ്. സോ ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗമൊക്കെ ചിലപ്പം ബ്ലാക്ക് ആയിരിക്കും കാണാൻ സാധിക്കുക. കാരണം ഇതൊക്കെ ഒരു സെക്യൂരിറ്റിയാണ്, പേയ്മെൻറ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. സോ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ മൊബൈലിലും എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ ഇപ്പോൾ പ്രൈമറി ആക്കി വെച്ചത് ബാങ്ക് ഏതാണോ ആ ബാങ്ക് നിങ്ങളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബാങ്ക് തന്നെ ആയിരിക്കും നിങ്ങളുടെ പ്രൈമറി ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടെ ഒരു 5 ബാങ്ക് ലിങ്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ പ്രൈമറി ആക്കി വെച്ചുള്ളത് എൻ്റെ ഫെഡറൽ ബാങ്കാണ്. എന്തായാലും നിങ്ങളുടെ പ്രൈമറി എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ബാങ്ക് ഏതാണ് അതിൽ പ്രൈമറി എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് മാനേജ് UPI ID, മാനേജ് UPI നമ്പേഴ്സ് പറഞ്ഞിട്ട് ഒരു 5 ഓപ്ഷൻസ് ഇവിടെ താഴെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് മാനേജ് UPI ID എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 3 UPI
ID നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മെയിൻ ഇൻ്റർഫേസിലുള്ള ഈ UPID എന്ന് പറയുന്നത് ICICI ബാങ്കിൻ്റെ ഒരു ഇമെയിൽ ID ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ അത് HDFC ബാങ്കിൻ്റെ ഇമെയിൽ ID ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർ തരുന്നില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷന്, പക്ഷേ ഇപ്പോൾ അതില്ല. അത് ഓട്ടോമാറ്റിക്കലി ഓരോ മന്ത് അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഗൂഗിൾ പേക്ക് UPID സ്പോൺസർ ചെയ്യുന്നത് 4 ബാങ്ക് അക്കൗണ്ടാണ്. ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ SBI, ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇങ്ങനെ തുടങ്ങി 4 ബാങ്കുകളാണ് നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് UPID സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് UPID ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേ തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ ഉള്ളത് ICICI ബാങ്കിൻ്റെ ഒരു ഡിഫോൾട്ടായിരിക്കുന്നത് ICICI ബാങ്കിൻ്റെ QR കോഡാണ്. സോ അത് ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്തൊക്കെ വരുന്ന സമയത്ത് അത് ചേഞ്ച് ആയിക്കൊണ്ട് ചിലപ്പോൾ ആക്സിസ് ബാങ്കോ അല്ലാന്നുണ്ടെങ്കിൽ SBI ബാങ്കിൻ്റെയൊക്കെ UPIഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള നിങ്ങൾക്കൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സെക്ഷനിലോട്ട് വന്നതിന് ശേഷം പ്രൈമറി അക്കൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മാനേജ് UPIDs ഭാഗത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇപ്പോൾ നിങ്ങളത് നിലവിലുള്ള QR കോഡ് ഏതാണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, UPID അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നെക്സ്റ്റ് വേറൊരു UPID ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിമൂവ് ചെയ്യലും അതുപോലെ തന്നെ ഡിലീറ്റ് ആക്കലും ഉള്ള ഈ ഒരു കാര്യങ്ങൾ. അപ്പം ഇതാണ് ഈ ഒരു ഗൂഗിൾ പേൻ്റെ ഉള്ളിൽ നടക്കുന്ന UPID സെക്ഷനിൽ നടക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മാനേജ് UPI നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ലിങ്ക്ഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളുടെ ഈ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ UPIയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യലാണ്. അതായത് UPI ID ആയിട്ട് നിങ്ങളുടെ നമ്പർ തന്നെ സേവ് ആക്കി വെക്കുന്ന, ലിങ്കാക്കി വെക്കുന്ന ഒരു സെക്ഷനാണത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.